ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹബഹുമാനമുള്ള അച്ഛന്മാരെ, സമർപ്പിതരെ, റോസ മിസ്റ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, രക്ഷാകരമായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ്. വരാനിരിക്കുന്ന ദൈവമഹത്വത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അയക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യമുണ്ട്. കഴിഞ്ഞ നവംബർ 5 എൻ്റെ അനുജൻ കിഡ്നി സംബന്ധമായ അസുഖത്താൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. അവൻ്റെ ശവസംസ്കാര സമയത്ത് എൻ്റെ മനസ്സിൽ അൽത്താരിന്നപ്പോൾ തോന്നിയ ചിന്ത ഇതായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ സഹോദര, നീ സമാധാനത്തോടെ പോവുക, സന്തോഷത്തോടെ ആയിരിക്കുക, ഏറെ താമസിക്കാതെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുമെന്ന്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഗോസ്പൽ മിനിസ്ട്രിക്കാർ TV-യിൽ ദൈവവിളിയെക്കുറിച്ചും സെമിനാരി ഫോർമേഷനെക്കുറിച്ചും മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു ഇൻ്റർവ്യൂ നടത്താനായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അവരെന്നോട് സംസാരിച്ചു. ഞാൻ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞു, നാളിതുവരെയുള്ള മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവസാനം അവർ ഇപ്രകാരം ചോദിച്ചു: അച്ഛൻ്റെ ഭാവി ജീവിതം എന്താണെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, മാൻപേട നീർച്ചാലുകൾ എന്നതുപോലെ എൻ്റെ ആത്മാവ് കർത്താവെ അങ്ങിൽ വിലയം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ ഞെട്ടലോടെ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് ഞാൻ എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും സഹോദരങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും കൂതാശകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ജീവിക്കുന്നു. എൻ്റെ മരണാനന്തരവും എനിക്കുള്ള ജോലി ഇതുതന്നെയാണ് ദൈവം ഏൽപ്പിക്കുന്നു എന്ന്. അടുത്ത ദിവസം ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായി കിംസ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ കിഡ്നി 90% പ്രവർത്തനരഹിതമാണ്. വെറും 10% പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സതീഷ് സാറിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇനി ഒന്നുകിൽ ഡയാലിസിസ് തുടങ്ങണം, അതല്ലെങ്കിൽ അവയവം മാറ്റിവെക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കത്തിലാണ്, പ്രാർത്ഥനയിലാണ്. ഒരു ഡയാലിസിസോ മറ്റൊന്നും ബുദ്ധിമുട്ടുണ്ടാകാതെ കർത്താവിന് എല്ലാ അവയവങ്ങളും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്ന വിശ്വാസവും പ്രത്യാശയും എനിക്കുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന സഹായമായി യാചിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. ആമേൻ.